Xylem Learning pretty wizard എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മളിതാ A+ ഉറപ്പിക്കാൻ പോവുകയാണ്. ബയോളജിയിൽ ഫുൾ മാർക്ക് 40-40 തന്നെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ സെറ്റ് ആണ്. അപ്പൊ ഓരോ കോണ്ടന്റ് വീഡിയോസും നിങ്ങൾ മിസ്സാക്കാതെ എല്ലാം കാണണം. അപ്പൊ നമ്മള് ലോഞ്ചും പ്ലാനും ഒക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം 7:30 വരുന്നുണ്ട്. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടി കറക്റ്റ് 7:30 തന്നെ നമ്മുടെ ചാനലിലേക്ക് വരണം. അവിടെ നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം അല്ലെങ്കിൽ നാളെ രാത്രി നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള വ്യക്തമായ പ്ലാൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ 11-ാം തീയതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ള ദിവസമാണ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കോണ്ടന്റും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ലഭിക്കുന്നതാണ് കേട്ടോ. സോ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അതിന് നിങ്ങൾക്ക് വേറെ ചാപ്റ്ററിൽ നിന്ന് ഓർ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ പഠിച്ച ആദ്യ 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും. സോ ആ 2 ചാപ്റ്ററിൽ നിന്ന് ഒരു മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കാണണം. ആൻഡ് ക്വസ്റ്റ്യൻ തരുന്നതിന് ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നേരെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. Identify the word pair relation and fill in the blanks. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഗ്ലൂക്കോസ് സിന്തസിസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തോ സാധനം സിന്തസൈസ് ചെയ്യുകയാണ്. ആ സിന്തസൈസ് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് അനാബോളിസം അല്ലെ. എന്തോ ഒരു സാധനം നമ്മൾ സിന്തസൈസ് ചെയ്യുവാണ്, ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മെറ്റബോളിസം കോൾഡ് അനാബോളിസം എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വിഘടിക്കാണ്. ഒരു വലിയ കോംപ്ലക്സ് മോളിക്യൂള് വിഘടിച്ച് സിമ്പിൾ മോളിക്യൂൾ ആവുകയാണ്. ആ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? കാറ്റബോളിസം എന്ന് പറയുന്നു. കാറ്റബോളിസം എന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരെയധികം ഓർത്ത് തന്നെ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സലൈവ ഫ്രം ദ ഫോളോയിങ് ആണ്. ഉമിനീരുമായി ബന്ധപ്പെട്ടത് തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ലൈസോസൈം ഡിസ്ട്രക്ഷൻ ഓഫ് ജേം, സലൈവറി അമിലേസ് കൺവേർട്ട് പ്രോട്ടീൻ ടു പെപ്റ്റോൺ, പെപ്സിൻ കൺവേർട്ട് സ്റ്റാർച്ച് ടു മാൽട്ടോസ്, മ്യൂക്കസ് കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. ഇതില് സലൈവറി അമിലേസ് ഉണ്ട്, പക്ഷെ പ്രോട്ടീൻ പെപ്റ്റോൺ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ സലൈവറി അമിലേസ് അല്ല അല്ലെ. അതുകൊണ്ട് അത് റോങ് ആണ്. പക്ഷെ ലൈസോസൈം ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ജേംസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. That plants cannot store glucose, the product of photosynthesis as such. Which of the following is the reason for this? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമായ ഗ്ലൂക്കോസിനെ സസ്യങ്ങൾക്ക് അതേപടി സംഭരിക്കാൻ കഴിയാത്തതിന് കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പ്ലാന്റ്സില് ഈ പറയുന്ന ഗ്ലൂക്കോസിനെയും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തത്? റീസൺ ഏതാ? ഗ്ലൂക്കോസ് ഇസ് സൊല്യൂബിൾ ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ്, ഗ്ലൂക്കോസ് ഇസ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. എന്താ പ്രശ്നം? ഗ്ലൂക്കോസ് ഇസ് സൊല്യൂബിൾ ഇൻ വാട്ടർ അല്ലെ. പെട്ടെന്ന് തന്നെ സൊല്യൂബിൾ ആയി പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഗ്ലൂക്കോസിനെ ഒരു സ്റ്റാർച്ച് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് വരാം. അതുകൊണ്ട് ഒന്നുപോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഐഡന്റിഫൈ ദ നെയിം ഫ്ലൂയിഡ് മെൻഷൻഡ് ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുള്ള ദ്രവം ഏതാണെന്ന് തിരിച്ചറിയാനാണ് ചോദിച്ചത്. വെൻ ദ ഹാർട്ട് ബീറ്റ്സ് ദിസ് ഫ്ലൂയിഡ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻ. ഹൃദയം ഇടിക്കുമ്പോൾ തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് ഈ ദ്രവം സഹായിക്കുന്നു. ഹൃദയ അറകളുടെ ഇടയിൽ, അതായത് നമ്മുടെ ഹാർട്ടിലെ ഒരു മെംബ്രെയിൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അതാണെന്ത്? പെരികാർഡിയം. അതിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണെന്ത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ. പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം. അപ്പൊ ഈ പെരികാർഡിയൽ ദ്രവമാണ് അവര് തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ ഭാഗം നല്ലോണം ഓർത്ത് വെച്ച് തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഫ്ലൂയിഡ് ഹാർട്ടും ലങ്സും ഒക്കെ കണക്ട് ചെയ്ത് ചോദ്യം വരാറുള്ളതാണ്. ഐഡന്റിഫൈ ദ എൻസൈംസ് ഇൻവോൾവ് ഇൻ ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. താഴെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീന്റെ ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈമുകൾ തിരിച്ചറിയാനാണ്. സലൈവറി അമിലേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ് ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി അമിലേസ് ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. നമുക്കറിയാം പ്രോട്ടീൻ ഡൈജഷൻ അല്ലെ. പ്രോട്ടീനെ ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈമാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ ആരുമല്ല, പെപ്സിനും അതുപോലെ തന്നെ ട്രിപ്സിനുമാണ്. അപ്പൊ 2ാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. ചൂസ് ദ ഡൈജസ്റ്റീവ് ജ്യൂസ് വിത്തൗട്ട് എൻസൈം. രാസാഗ്നികൾ ഇല്ലാത്ത ദഹനരസം ഏതാണെന്നാണ്. ബൈൽ, ഇന്റസ്റ്റൈനൽ ജ്യൂസ്, ഗ്യാസ്ട്രിക് ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്. ആരിലാണ് എൻസൈം ഇല്ലാത്തത്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ എൻസൈംസ് ഉണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ്, അതുപോലെ തന്നെ ഇന്റസ്റ്റൈനൽ ജ്യൂസ്, ബൈൽ.
ഇതിൽ ആരിലാണ് ഇത് ഇല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കുക, ഏതൊക്കെയാണ്? ബൈൽ, ഇന്റസ്റ്റൈനൽ ജ്യൂസ്, ഗ്യാസ്ട്രിക് ജ്യൂസ്, പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. അപ്പൊ ഇവിടെ എൻസൈംസ് ഇല്ലാത്തത് ബാക്കി മൂന്നിലും നമുക്കറിയാമുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ ബൈൽ അല്ലെങ്കിൽ പിത്തരസത്തിലാണ് എൻസൈംസുകൾ ആബ്സെന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ പ്രക്രിയ ഏതാണെന്ന് തിരിച്ചറിയണം. ഈ പ്രക്രിയ വഴി ആഗിരണം നടക്കുന്നത് എവിടെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കണ്ടാലും നമുക്ക് മനസ്സിലാകും പ്രക്രിയ. ഈ ഒരു ഡയഗ്രം നോക്കി, ഇവിടെ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ നടക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഐഡന്റിഫൈ ദ പ്രോസസ്. ഈ പ്രോസസ് ഏതാണ് നമുക്ക് അറിയാലോ? യെസ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു തന്നിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് അല്ലെ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അടുത്തത്, ഈ പ്രക്രിയ വഴി ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അറിയാം, ക്വസ്റ്റ്യൻ താരുമ്പോൾ തന്നെ മനസ്സിലാകും. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം എനർജി യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം അവിടെ എങ്ങനെയാണ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോപ്പർ ആയിട്ടാണ് നമുക്ക് എഴുതാം. അപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് സാൾട്ടുകളിലാണ് അല്ലെ? അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് സാൾട്ട്, ലവണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ലവണങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം എടുക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് പഠിക്കുമ്പോൾ ഇവിടെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകാൻ അവർക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പൊ ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ അത് ഓർത്ത് വെക്കണം. ആൻഡ് ഓൾസോ ദേ നീഡ് എന്താണ്? കരിയർ പ്രോട്ടീന്റെ ആവശ്യവുമുണ്ട്. അടുത്ത ചോദ്യം, ഇവിടെ എൻസൈംസ് നമുക്ക് തന്നിട്ടുണ്ട്. എൻസൈംസ് ഇൻ സ്റ്റൊമക് പാർഷ്യലി ടു പെപ്റ്റോൺസ് ആണ്. ആൻഡ് ഇവിടെ A ഫില്ല് ചെയ്യണം, B ഫില്ല് ചെയ്യണം. പ്രോട്ടീൻ ദഹനവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് പ്രീവിയസ് ഇയറിലും നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പൊ പ്രോട്ടീന്റെ ഡൈജഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചോദ്യമോ ഇല്ലസ്ട്രേഷനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എൻസൈംസ് ഇൻ സ്റ്റൊമക് പാർഷ്യലി ടു പെപ്റ്റോൺസ്. അപ്പൊ പ്രോട്ടീൻ എന്തിനെയാണ് പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ട്രിപ്സിൻ എന്ന എൻസൈംസ് ആണ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ട്. ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണെങ്കിലും ഇൻഡസ്റ്റൈനൽ ജ്യൂസ് അതിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ അമിനോ ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ എൻസൈംസ് ഇൻ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? ട്രിപ്സിൻ ആണെന്നും കൂടെ പഠിച്ചു വെക്കാം. പ്ലാന്റ്സ് ആർ വെൽത്ത് ഓഫ് എർത്ത്. മേക്ക് എ ബ്രീഫ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി സ്ലോഗൻ. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്, മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഓഷ്യൻ പ്ലാന്റ്സ്. സാമ്പത്തിക പ്രാധാന്യം, പ്രകൃതി ദുരന്ത ലഘൂകരണം, അതുപോലെ സമുദ്രത്തിലെ സസ്യങ്ങൾ. ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഹിൻസ് വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? പ്ലാന്റ്സ് ആർ വെൽത്ത് ഓഫ് എർത്ത്. സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് എന്ന രീതി. ഇതൊരു ആപ്ലിക്കേഷൻ മോഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ നമ്മളെ പ്ലാന്റ്സ് സഹായിക്കുന്നു എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. കോഫി, കൊക്കോ, പെപ്പർ, റബ്ബർ, ലാറ്റക്സ്, കാർഡമം, ഇത്തരത്തിലുള്ള ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൃഷി ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് കൺട്രോൾ സുനാമി അല്ലെ? കണ്ടൽ കാടുകളെ സുനാമിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ആൻഡ് ട്രീസ്, ബുഷസ്, അതായത് മുള, രാമച്ചം, ഇഞ്ചിപ്പുല്ലൊക്കെ എന്താണ് നദീതീരം ഇടിയുന്നത് തടയുന്നുണ്ട്. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നുണ്ട്. ആൽഗെ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, സമുദ്രത്തിലെ ആൽഗകളും മറ്റ് സമുദ്രത്തിലുള്ള സസ്യങ്ങളുമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തുകയും നമ്മുടെ മൊത്തം ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഉൽപാദകരും അവരാണ്. അപ്പൊ അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും കൂടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Observe the given figure related to digestion and answer the following. Which process does the figure represent? തന്നിട്ടുള്ള ഫിഗറിൽ നോക്കാം സിഗ്നിഫിക്കന്റ് എന്താണ്, ഈ പ്രോസസ്സ് കാണിച്ചിരുന്ന പ്രക്രിയ ഏതാണെന്നാണ്. ഡയഗ്രം കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പെരിസ്റ്റാൾസിസ് ആണ് അല്ലെ? ആൻഡ് ഇവർ എന്തിനാ സഹായിക്കുന്നത്? ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക് ത്രൂ ഈസോഫാഗസ്. അന്നനാളത്തിലൂടെ ഭക്ഷണം ആമാശയത്തിലെത്തുന്നു. ഫോർവേഡ് മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഫുഡ് ഗെറ്റ് കംപ്രസ്ഡ് ഇൻ ദ സ്റ്റൊമക് ബൈ പെരിസ്റ്റാൾസിസ്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ആമാശയത്തിലേക്ക് എന്താണ് ഞെരുങ്ങി അമർന്ന് ഭക്ഷണം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അത് മുന്നോട്ട് പോകാനും ഒന്നും കൂടെ എന്താണ് ഒരു കുഴമ്പ് പരുവാവാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തി ഞെരുക്കാനൊക്കെ സഹായിക്കുന്ന പെരിസ്റ്റാൾട്ടി മൂവ്മെന്റ് ആണ്. നമ്മുടെ അന്നനാളത്തിലാണ് പെരിസ്റ്റാൾട്ടി മൂവ്മെന്റ് നടക്കുന്നത്, അതായത് ഈസോഫാഗസ് ആണ് അന്നനാളത്തിലേക്ക് കേട്ടോ, അന്നനാളം. ഓക്കെ, then classify appropriately according to the indicators given below. Higher concentration, low concentration to higher concentration, osmosis, active transport. അപ്പൊ ഹയർ ടു ലോവർ ആണെങ്കിൽ അതേതാണ് ഓസ്മോസിസ് ആണ്, ലോവർ ടു ഹയർ ആണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ഗാഢത കൂടിയതിൽ നിന്ന് കുറഞ്ഞിടത്തേക്ക് പോകുന്നത് ഏതാണ്?
ഇതാ ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഓസ്മോസിസ് ആണ്, ലോവർ ടു ഹയർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോളിക്യൂളും പ്രോസസ്സും കറക്റ്റ് ആയിട്ട് ഇതുപോലെ ടേബിൾ ആക്കി തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം. മേക്ക് കറക്റ്റ് പെയേഴ്സ് യൂസിംഗ് ദ ഫോളോയിങ് ആസ് ഇൻ ദ ഗിവൺ പാറ്റേൺ. പ്രോപ്പർ ആയിട്ട് പെയർ ആക്കാനാണ് തന്നിരിക്കുന്ന മാതൃക പോലെ ഉപയോഗിച്ച് ശരിയായ ജോലി. അപ്പൊ ലൈഫ് പ്രോസസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നതാണ് ബയോമോളിക്യൂൾസ്. അപ്പൊ ഈ ജൈവ തന്മാത്രകൾ അല്ലെങ്കിൽ ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾ തന്നിട്ട് പെയർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 2 മാർക്കിന് എന്തായാലും പ്രതീക്ഷിച്ചോളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ ഹോർമോൺസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് ആര്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ദെൻ ലിപ്പിഡ്സിൽ വരുന്നതാണ് ഫാറ്റ്, ലിപ്പിഡ് ഫാറ്റ് കൊഴുപ്പ്. അതുപോലെ തന്നെ പ്രോട്ടീനിൽ വരുന്ന മറ്റൊന്നാണ് എന്ത്? എൻസൈം എന്ന് പറയുന്നത്. ആൻഡ് ന്യൂക്ലിക് ആസിഡിൽ വരുന്നതാണ് RNA. ന്യൂക്ലിക് ആസിഡിൽ വരുന്നതാണ് RNA എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പഠിച്ചു വെക്കാം. Then identify X. What is the role of X in the circulation of heart? ഹൃദയത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ ലങ്സ്, ശ്വാസകോശം, അങ്ങനത്തെ ഒക്കെ ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, എക്സ് എന്താണെന്ന് കണ്ടെത്തണം. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എക്സ് ഇൻ ദ സർക്കുലേഷൻ ഓഫ് ഹാർട്ട്? ഹൃദയത്തില് ഈ പറയുന്ന രക്തചംക്രമണം നടക്കാൻ വേണ്ടി എക്സിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ SA നോഡാണ് അല്ലെ? SA നോഡ്, അത് അടയാളപ്പെടുത്താൻ പഠിച്ചു വെക്കാം. SA നോഡിനെ നമ്മൾ പേസ് മേക്കർ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് പേസ് മേക്കർ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ആരാണ്? SA നോഡാണെന്ന് ഓർത്തു വെക്കുക. ഹാർട്ട് റേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിതമിക് കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽ. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് നെസസറി ഫോർ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചാമ്പേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ SA നോഡ് ഇൻ ദ വോൾ ഓഫ് റൈറ്റ് ഏട്രിയം. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് പേസ് മേക്കർ. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇത് പേസ് മേക്കർ എന്നും അറിയപ്പെടും. അപ്പം ഹൃദയത്തിലൂടെയുള്ള ഈ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാക്കുകയും ആ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നമ്മുടെ SA നോഡാണ്. അപ്പൊ ഈ ചോദ്യം നന്നായി എഴുതാൻ പഠിച്ചു വെക്കണം. പേസ് മേക്കർ എന്നും കൂടെ അറിയപ്പെടുന്നതാണ്. അപ്പൊ 1 മാർക്കിനും കൂടെ ചോദ്യം പ്രതീക്ഷിക്കണേ. അടുത്ത നോക്കിക്കേ, ഇൻഡസ്റ്റൈൻ ടു ലിവർ, ലിവർ ടു ഹാർട്ട്. കാണുന്നുണ്ടല്ലോ, കുടലിന് കരളിലേക്ക് ഹൃദയം. അപ്പൊ അതിന്റെ ഇടയിൽ എക്സും വൈയും തന്നിട്ടുണ്ടല്ലേ. നമ്മൾ സർക്കുലേഷന്റെ സ്ഥലത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. പലരും മിസ്സാക്കുന്ന ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കണം, പ്രീവിയസ് ഇയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടേക്ക് അത് വളരെ പരിമിതിപ്പെടുത്തി ചെറിയൊരു ടോപ്പിക്കിലാണ് നമുക്ക് ഇപ്പോഴത്തെ സിലബസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇൻഡസ്റ്റൈനിൽ ലിവറിലേക്ക് കൊണ്ടുപോകുന്ന വെയിൻ അല്ലെങ്കിൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ എക്സും വൈയും കണ്ടെത്താനുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. വിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ? ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രക്തപര്യനം ഏതാണെന്നാണ്. അപ്പൊ കുടലിൽ നിന്ന് കരളിൽ നിന്ന് ഹൃദയം, കരൾ വഴി പോകുന്ന ഈ ഒരു സർക്കുലേഷനെ നമ്മൾ പറയുന്നത് പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ രക്തപര്യനം എന്നാണ്. അത് ഓർത്ത് വെക്കേണ്ടതാണ്. ആൻഡ് രണ്ടാമത്തേത് ഫൈൻഡ് ഔട്ട് ദ ബ്ലഡ് വെസൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ ആണ്. എക്സ് ഏതാണ്, വൈ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുടലിൽ നിന്ന് ലിവറിലേക്ക് പോകുന്നത് എക്സ് ആണ്. എക്സിനെ നമ്മൾ പറയുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്നാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. എക്സ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, പോർട്ടൽ സിര. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ലിവറിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്നതാണ്. അതിനെ നമ്മൾ പറയുന്നത് ഹെപ്പാറ്റിക് വെയിൻ എന്നാണ്. ഹെപ്പാറ്റിക് സിര. അപ്പൊ എക്സും വൈയും നമുക്ക് കിട്ടി. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, വൈ ഈസ് ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിര. ഇനി വൈ ഡു സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പാസ് ത്രൂ ലിവർ ബിഫോർ റീച്ചിങ് ദ ഹാർട്ട്? കുടലിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന ലഘു പോഷകങ്ങൾ ഹൃദയത്തിൽ എത്തുന്നതിന് മുന്നേ കരളിലൂടെ കടന്നു പോകുന്ന എന്തിനാണെന്നാണ് ചോദ്യം. അതെന്തിനാണ് അതിന്റെ ഇടയിൽ കരളിന്റെ ആവശ്യം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പഠിച്ചു വെച്ചോളാം. ഒന്ന്, ടു സ്റ്റോർ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ. കിട്ടിയ ഗ്ലൂക്കോസിനെ ഇതിലുണ്ടെങ്കിൽ അത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ടു റിലീസ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ടു പ്രൊഡ്യൂസ് കൊളസ്ട്രോൾ, ഡിസ്ട്രോയ് പാത്തജൻസ് ഇഫ് പ്രസന്റ്. അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും എന്താണ് ബാക്കിയുള്ള പാത്തജൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ എന്താണ് നമ്മുടെ കുടലിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്നത് ലിവർ വഴി ചെന്നതിന് ശേഷം പിന്നെ ഹാർട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം പഠിക്കണം. പോർട്ടൽ സർക്കുലേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
മേക്ക് സ്യൂട്ടബിൾ പെയർസ് ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സസ് ആണ്. ഇപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേറെ ഓർ ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് യൂസിങ് എനർജി, അതേതാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് അല്ലെ, ഊർജം ഉപയോഗിച്ച് ലവണങ്ങളുടെ ആഗിരണം. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, വാട്ടർ മോളിക്യൂൾസ്, ഓസ്മോസിസ്, ചില തന്മാത്രകളുടെ ആഗിരണം ഓസ്മോസിസ്. അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അല്ല സിമ്പിൾ ഡിഫ്യൂഷൻ. ഫാറ്റി ആസിഡിന്റെ ആഗിരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ 3 പ്രോസസ്സ്, അത് മാത്സ് ഫോളോയിങ് ചോദിച്ചാൽ എഴുതാൻ പഠിച്ചു വെക്കണം. Then correct the underline to part of statement related to photosynthesis ആണ്. Dark phase plays in grana. Dark phase എവിടെയാണ് നടക്കുന്നത്, ഗ്രാനയിലാണോ, അല്ല, സ്ട്രോമയിലാണ്, സ്ട്രോമ. Then in dark phase hydrogen and carbon dioxide combines to form protein ആണോ, പ്രോട്ടീൻ അല്ല, ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. ഓക്സിജൻ എക്സ്പെൽസ് ഇൻ ദ ലൈറ്റ് ഫേസ്, ശരിയല്ലേ, ലൈറ്റ് ഫേസിലാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, എക്സ്പെല്ലായി പുറത്തോട്ട് പോകുന്നത്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് എന്താണ്, വൈ എന്താണെന്ന് ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ ബ്ലാഡർ ആണ്, ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി. ആൻഡ് വൈ എന്ന് പറയുന്നതോ പാൻക്രിയാസ് ആണ്, പാൻക്രിയാസ്. ഈ ചിത്രം നോട്ട് ചെയ്ത് വെക്കണേ. ഐഡന്റിഫൈ റൈറ്റ് എക്സ് ആൻഡ് വൈ എഴുതി. ഫംഗ്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രസന്റ് ഇൻ എഗ്സ്. നമ്മുടെ ഗോൾ ബ്ലാഡറിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് നമുക്ക് കാണാം. അതിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്നാണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, കൊഴുപ്പിനെ ചെറു കണികകളാക്കുക എന്നുള്ളതാണ് ബൈലിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് കേട്ടോ, പിത്തരസം. നെയിം ഇറ്റ് ടു എൻസൈം പ്രസന്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ് എക്സ്ക്ലൂഡഡ് ബൈ വൈ. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാൻക്രിയാസിൽ ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ഓർത്ത് വെച്ചോളൂ. ട്രിപ്സിനും ലിപ്പീസുമാണ്, ട്രിപ്സിനും ലിപ്പീസും. ട്രിപ്സിൻ പ്രോട്ടീന്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ലിപ്പീസ് എന്ന് പറയുന്നത് കൊഴുപ്പിന്റെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 മാർക്കിനും 4 മാർക്കിനും ഒരു ഓർ ഓപ്ഷൻ പഴയ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില സമയത്ത് വില്ലേജ് വരാറുള്ളതാണ് കേട്ടോ. സോ ഒബ്സർവ് ദ ഫിഗർ ഓഫ് വില്ലേജ് ആൻഡ് ട്രൈ ദ ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. എയും ബിയും പാർട്സ് അടയാളപ്പെടുത്താനുണ്ട് നമുക്ക്. ഇവിടെ തന്നിട്ടുള്ളതിലെ എ എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് ഡയഗ്രാം ഈസി ആയിട്ട് തന്നെ പഠിക്കാമല്ലോ. ഈ തന്നിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കണേ. നടുക്കൊരു വലിയ കുഴല് നിങ്ങൾക്ക് കാണാം, സൈഡിലായിട്ട് ചെറിയ കുഴല് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ബി എന്ന് പറയുന്നതാണ് വലിയ കുഴല്, എ എന്ന് പറയുന്നത് ചെറിയ കുഴലാണ്. എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ്, ആൻഡ് ബി എന്ന് പറയുന്നത് ലാക്ടിയലുമാണ്. എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ്, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ രക്തലോമികകളാണ്. ബി എന്ന് പറയുന്നതോ ലാക്ടിയൽ ആണ്, ലാക്ടിയൽ. ഓക്കെ, ലാക്ടിയൽ ആണ്. അപ്പൊ ഈ 2 ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ പഠിച്ചു. എയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങൾ എന്തെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുള്ള ഫിഗർ ആണ്. എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ്, അവർ അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആണ്. ആൻഡ് ലാക്ടേൽ എന്ന് പറയുന്നത് ലിംഫിലേക്ക് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആണ് ആഗിരണം ചെയ്യുന്നത്, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ. ആൻഡ് വില്ലസിന്റെ ഘടന പദാർത്ഥ ആഗിരണത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്നാണ് ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസസ് the surface area. It increases the surface area. അതുകൊണ്ട് തന്നെ absorption also increases. Absorption also increases. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എഴുതി പഠിച്ചു വെച്ചോളാം. It increases the surface area. പ്രതല വിസ്തീർണം കൂട്ടുന്നു. ഈ ഘടന പ്രതല വിസ്തീർണം കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ absorption increases. അതായത് എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അതിലൂടെ എല്ലാ സാധനങ്ങളെയും ആഗിരണം ചെയ്യുന്നത് കൂടുന്നു, ആഗിരണം ചെയ്യുന്നതും കൂടും. അപ്പൊ വില്ലസിന്റെ ഘടന ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ദെൻ അടുത്തത് 3 മാർക്കിന് നിങ്ങൾക്ക് ടീത്തിന്റെ ഡയഗ്രാം പഠിച്ചു വെക്കണേ. ഇതേപോലെ തന്നെ 3 മാർക്സും 4 മാർക്സിനും ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. സോ ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങളുടെ പേരെഴുതി അടയാളപ്പെടുത്താനാണ്. പല്ല് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള കല ഏതാണെന്നാണ് ചോദ്യം.
പല്ല് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള കല. നമ്മൾ ടീത്തിന്റെ ഡയഗ്രാം പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഭാഗങ്ങളും അത് അടയാളപ്പെടുത്താൻ പഠിക്കുക എന്നുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർക്കുക, റീഡ്രോ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ ടീത്ത് തന്നിട്ടുണ്ടോ എന്നാൽ റീഡ്രോ ചെയ്യാനും കൂടെ പഠിച്ചു വെക്കണം. 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് എന്തിനുള്ളതാണ്? റീഡ്രോ ചെയ്യാനുള്ളതാണ്. അപ്പൊ ടീത്ത് നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ സ്കെച്ച് ചെയ്ത് വരച്ചാൽ മതി. അതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. നോക്കി കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ പല്ല് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള കല അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ലിവിങ് ടിഷ്യൂ. ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഡെന്റൈൻ ആണ്. ഇതാണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഡെന്റൈൻ, ജീവനുള്ള കല ഡെന്റൈൻ ആണ്. ആൻഡ് രണ്ടാമത്തേത് രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. നമുക്ക് ബ്ലഡ് വെസൽസ് കാണുന്ന ഭാഗം, അതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് ബ്ലഡ് വെസൽസ് കാണുക. സോ ദാറ്റ് ഇസ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റി. ആൻഡ് പല്ലിന്റെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം അല്ലെ, ഏറ്റവും കടുപ്പമേറിയ ഭാഗം അല്ലെങ്കിൽ ടഫസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആണ് നേരത്തെ പറഞ്ഞത്. ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇനാമൽ ആണ്. അതാണ് സി എന്ന് പറയുന്നത്. സി. ഓക്കെ, അപ്പൊ ഭാഗം തന്നാൽ റീഡ്രോ ചെയ്യണം. അതിനൊരു മാർക്കുണ്ട്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും കൂടെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രം കൂടെ പഠിച്ചു വെക്കണം. ഇതും 4 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്രാനയാണ്. വൈ എന്ന് പറയുന്നത് സ്ട്രോമയാണ്. എക്സ്പ്ലെയിൻ ഫോട്ടോസിന്തറ്റിക് പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എക്സ് ആൻഡ് വൈ ആണ്. എക്സ് ആൻഡ് വൈയിൽ നമുക്കറിയാം പ്രകാശഘട്ടവും അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടം. ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ലൈറ്റ് എനർജി കൺവേർട്ടഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ATP ആണ്. സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ATP യൂസ് ചെയ്തിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. എപ്പോഴും ഈ ഒരു ടേബിൾ പോലെ കൺസ്ട്രക്ട് ചെയ്ത് പഠിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യനും കൂടെ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 2 ചാപ്റ്ററിൽ. മിസ് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് കൂടെ നോട്ട് ചെയ്ത് പോവുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമെന്റം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ടീത്തിൽ നമ്മൾ സിമെന്റം എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി പഠിക്കുന്നുണ്ട്. ആ സിമെന്റം എന്ന് പറയുന്നതിന് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ ബൈ.